സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഒരിക്കൽ കൂടി സംസ്ഥാനത്തെ +1 പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സംസാരിക്കുകയാണ്. ആദ്യഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം അതിൻ്റെ പ്രവേശന നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ചില തീരുമാനങ്ങളെടുത്തു. 2 അഡ്മിഷനും, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ നടക്കണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുന്നു. അതേ ചൊല്ലി ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കപ്പോൾ ഉള്ളത് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ വളരെ സൂക്ഷ്മമായി ഈ പ്രവേശന നടപടികളെ അവലോകനം ചെയ്യുകയും എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആവർത്തിച്ചതുപോലുള്ള കൺഫ്യൂഷൻ ഈ വർഷവും നിലനിൽക്കുന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്ത ബഷീറുണ്ട് നമ്മുടെ. അപ്പോൾ ബഷീർ, ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, അതിൻ്റെ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം, ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഉണ്ടാകാത്തൊരു പുതിയ പ്രശ്നം ഇപ്പോൾ ഉണ്ടായതാണ്. അതെ, ഈ കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നടപടി യഥാർത്ഥത്തിൽ സംവരണത്തെയും അതുപോലെ മെറിറ്റ് ലിസ്റ്റിനെയും ഒരുപോലെ അട്ടിമറിക്കുന്ന നടപടിയാണ് എന്നാണ് അധ്യാപകരും ഈ മേഖലയെ ബന്ധപ്പെട്ട ആളുകളും ഉന്നയിക്കുന്നൊരു വിമർശനം. യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മൾ പ്രധാന അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞതിന് ശേഷം ആണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പ്രവേശനം നടത്തിയിരുന്നത്. അതായത് 3 അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം. അതെ, 3 അലോട്ട്മെൻറ്റ്, അതിന് മുൻപ് 2 അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന സമയത്ത് 2 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞതിന് ശേഷം, ഇങ്ങനെ പ്രധാന അലോട്ട്മെൻറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നടത്തുമ്പോഴുള്ളൊരു സൗകര്യം, മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾക്കെല്ലാം സീറ്റ് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്നുള്ള കുട്ടികളെ അഡ്മിഷൻ പൂർത്തീകരിക്കുക. ഇത്തവണ അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ സർക്കാർ അതിൻ്റെ കൂടെ വെച്ചൊരു നിബന്ധനയാണ് ഇപ്പോൾ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. അഥവാ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. ഇന്ന് 5 മണി വരെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് അവരുടെ ഒരു സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനിലോ ആണ് നിലവിൽ സീറ്റ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റി കോട്ടയിലും ലിസ്റ്റ് വന്നു, അതിൽ അഡ്മിഷൻ എടുക്കേണ്ട സമയമാണ്. അപ്പോൾ അതിലും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഓപ്ഷനിലാണ് ആ കുട്ടിക്ക് സീറ്റ് കിട്ടിയതെങ്കിൽ ഇവിടെ ആ കുട്ടി ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അഥവാ കമ്മ്യൂണിറ്റി കോട്ടയിൽ ആ കുട്ടിക്ക് താൽക്കാലികമായി അഡ്മിഷൻ എടുക്കാനുള്ളൊരു പ്രിവിലേജ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നു. താൽക്കാലികമായി അഡ്മിഷൻ എടുക്കണമെങ്കിൽ പോലും അവർ ഈ നമ്മുടെ ഏകജാലകം സംവിധാനത്തിൽ നിന്നും എക്സിറ്റ് അടിക്കണം. അഥവാ അവിടെ നോൺ ജോയിനിങ് ഓപ്ഷൻ മാർക്ക് ചെയ്തുകൊണ്ട് അവിടുന്ന് ആ സ്കൂളിൽ നിന്നും TC എല്ലാം വാങ്ങി വന്നുകൊണ്ട് വേണം ഇവിടെ അഡ്മിഷൻ എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു പക്ഷേ ഹയർ ഓപ്ഷൻ കിട്ടാൻ സാധ്യത അത് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ അതിലൂടെ മെയിൻ അലോട്ട്മെൻറ്റിൽ കിട്ടുമായിരുന്നൊരു കുട്ടിക്ക് ഇവിടെ ടെമ്പററി ഓപ്ഷൻ കിട്ടാതെ സ്ഥിരമായി എടുക്കേണ്ടി വരുമെന്നതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ 2 രീതിയിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. അഥവാ ഈ കുട്ടിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയെന്ന് സങ്കല്പിക്കുക. നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചിരുന്നത്? അതായത് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ഓപ്പൺ മെറിറ്റിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പൺ വിൻഡോയിലും അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അവിടെ ഒരു അഡ്മിഷൻ എടുത്തതിന് ശേഷം അവിടെ അവരാഗ്രഹിച്ച ഒരു സ്ട്രീം കിട്ടിയില്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് വേണമെങ്കിൽ പോകാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. അതെ, കഴിഞ്ഞ വർഷം ഈ ഒരു കൺഫ്യൂഷൻ്റെ സാഹചര്യം തന്നെ ഇല്ലായിരുന്നു. കാരണം സിംഗിൾ വിൻഡോയിലെ പ്രധാന അഡ്മിഷനുകളെല്ലാം പൂർത്തീകരിച്ചു. 3 അലോട്ട്മെൻറ്റും കഴിഞ്ഞു. കുട്ടികൾ അവരുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പൂർത്തീകരിച്ച് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടേ എന്നൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടാതിരിക്കുന്ന ഒരു കുട്ടിക്ക് അവർ ഹയർ ഓപ്ഷൻ പ്രിഫർ ചെയ്യുന്ന വേറെ ഏതൊരു ഓപ്ഷൻ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അതിനാണ് അവർക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിലേക്ക് നേരെ ജോയിൻ ചെയ്യാം. ഇനി അതില്ലെങ്കിലും പ്രശ്നമില്ല, ഇവിടുത്തെ ഒരു അവസരം മിസ്സാകുന്നു എന്നൊരു പ്രശ്നമില്ല. നിലവിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇതിൽ സംവരണത്തെ അട്ടിമറിക്കുന്നൊരു ഘടകം വരുന്നത്, അതിലേക്ക് നമുക്ക് വരാം. ഈ ആദ്യത്തെ ഭാഗം ഒന്നുകൂടെ ക്ലാരിറ്റി. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ, തൽക്കാലത്തേക്ക് നമ്മൾ അവിടെ ചേരുന്നു എന്നുള്ള രീതിയിൽ അവിടെ ഒരു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, ഓപ്പൺ വിൻഡോയിൽ നമ്മൾ കിട്ടിയ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് അവിടെ ഞങ്ങൾ ഇനി അങ്ങോട്ട് വരില്ല എന്ന് അവിടെ എഴുതി കൊടുത്ത് അവിടെ നിന്നുള്ള എല്ലാ ഡോക്യുമെൻറ്റും വാങ്ങി ഇപ്പുറത്ത് വന്ന് ചേരണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ സംവിധാനം. അതെ, നിലവിൽ ഈ കുട്ടികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ടെമ്പററി ആയിട്ട് എവിടെ എടുത്തിട്ടുണ്ടാവും. പെർമനൻ്റ് ആയിട്ട് എടുത്തവരുടെ കാര്യത്തിൽ പിന്നെ അവർ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്ന
കാര്യം വരുന്നില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് പരിഗണിക്കുന്ന പ്രശ്നം. അപ്പോൾ ഈ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്ന എല്ലാ കുട്ടികളും അഥവാ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉൾപ്പെടെയുള്ള കുട്ടികൾ അവർ ആൾറെഡി ഏതോ ഒരു സ്കൂളിൽ ടെമ്പററി ആയി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. ആ അഡ്മിഷൻ യഥാർത്ഥത്തിൽ തേർഡ് അലോട്ട്മെൻറ്റിലും ഒരു പക്ഷേ അവർക്ക് ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അതിൽ സ്ഥിരപ്പെടുത്താൻ പറ്റും. ഇതിലവർക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവർക്ക് അഡ്മിഷൻ സ്ഥിരപ്പെടുത്താൻ പറ്റും. അതേസമയം ഇപ്പോൾ ഒരു കുട്ടിക്ക് സെക്കൻഡ് ഓപ്ഷനാണ് നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെന്ന് സങ്കല്പിക്കാം. അതേസമയം കമ്മ്യൂണിറ്റി കോട്ടയിൽ ആ കുട്ടിക്ക് സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ അതിൽ ടെമ്പററി ആയി ചേരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും നോൺ ജോയിനിങ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് സിംഗിൾ വിൻഡോയിൽ അതിലൂടെ ആ കുട്ടി എക്സിറ്റ് ആവേണ്ടി വരും. ഇവിടെ ചേരണം. അപ്പോൾ ഇവിടെ ചേർന്നാൽ ഈ കുട്ടിക്ക് ഒരു പക്ഷേ ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ അവരുടെ ഫസ്റ്റ് പ്രിഫറൻസിലേക്ക് കിട്ടിക്കോളണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതേസമയം ആ കുട്ടി അപ്പുറത്ത് നിന്നും പുറത്താവുകയും ചെയ്തു. ഈ സിംഗിൾ വിൻഡോ പ്രോസസ്സിൽ ഇനി ആ കുട്ടിയെ പരിഗണിക്കാനും കഴിയില്ല എന്നൊരു പ്രശ്നമാണ് കുട്ടികളെ സംബന്ധിച്ച് ഒന്ന് ഇവിടെ വരുന്നത്. കുട്ടികളെ സംബന്ധിച്ച് വേറൊരു പ്രശ്നം കൂടെ അതിലുണ്ട്. അതായത് ഇപ്പോൾ ഈ സിംഗിൾ വിൻഡോയിലൂടെ പ്രവേശനം നടത്തിയത്, ഇപ്പോൾ ഞാൻ ഒരു കുട്ടി ഹ്യൂമാനിറ്റീസിന് ചേർന്നു. ആ കുട്ടിക്ക് താല്പര്യം സെക്കൻഡ് ഓപ്ഷനിൽ ഹ്യൂമാനിറ്റീസാണ് അതിന് കിട്ടിയത്. തേർഡ് ഓപ്ഷൻ വരുമ്പോൾ ചിലപ്പോൾ അതിന് സയൻസിലേക്ക് പ്രൊമോഷൻ കിട്ടിയേക്കാം. ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്, മെറിറ്റിൽ തന്നെ ആ ഒരു സാധ്യത അവിടെ ഉണ്ട്. ആ കുട്ടിക്ക് ചേരേണ്ടത് സയൻസാണ് എന്നും വിചാരിക്കുക. അപ്പോൾ ആ സാധ്യത അവിടെ ഉണ്ട്. പക്ഷെ അതിന് അതേസമയം കമ്മ്യൂണിറ്റി കോട്ടയിൽ സെക്കൻഡ് ഓപ്ഷൻ കിട്ടി എന്നും വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടി ഇവിടുന്ന് വിടുതൽ വാങ്ങി കമ്മ്യൂണിറ്റി കോട്ടയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മെറിറ്റിൽ ഒരു അപ്ഗ്രേഡ് ചെയ്യപ്പെടാനുള്ള ഒരു അവസരം ഇവിടെ നഷ്ടമാവും. അതായത് ഈ ഓപ്പൺ മെറിറ്റിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടാനുള്ള ഒരു അവസരം ഇവിടെ നഷ്ടമാവും. അതുപോലെ ഒരു മെറിറ്റ് സീറ്റിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഈ കുട്ടി മെറിറ്റ് സീറ്റിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ വേറൊരാൾക്ക് അവസരം കിട്ടുമായിരുന്നു. ആ അവസരം ഇവിടെ നഷ്ടം. ഈ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടോ? അതെ, യഥാർത്ഥത്തിൽ ഇവിടെയാണ് നമ്മൾ സംവരണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഘടകം വരുന്നത്. അതാ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഫസ്റ്റ് ഇനി ഇങ്ങനെയല്ല എന്ന് സങ്കല്പിക്കുക. അപ്പോൾ കുട്ടിക്ക് അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സിന് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടും. ഉദാഹരണത്തിന് ആ കുട്ടി സയൻസാണ് പ്രിഫർ ചെയ്യുന്നത്. ആ സ്കൂളിൽ സയൻസിന് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ ആ കുട്ടി അവിടെ എടുത്തു. അങ്ങനെ ചേരുന്നതോടെ ഈ കുട്ടിക്ക് നേരത്തെ ഇപ്പോൾ കിട്ടിയിരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളത് അവരുടെ സെക്കൻഡ് ഓപ്ഷനാണെന്ന് സങ്കല്പിക്കാം. ആ കുട്ടിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഒരു പക്ഷേ ഈ മെറിറ്റ് ലിസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഫസ്റ്റ് ഓപ്ഷനായ സയൻസ് സ്ട്രീമിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ ആ കുട്ടിക്ക് മെറിറ്റിൽ തന്നെ സീറ്റ് കൊടുക്കുകയും ആ സംവരണ സീറ്റിലേക്ക് ആ സംവരണ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു കുട്ടിയെ കൊണ്ടുവരികയാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ സംവരണത്തിൻ്റെ ഒരു യഥാർത്ഥ, കാരണം മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടാവുന്ന ഒരു കുട്ടിക്ക് സംവരണത്തിൽ സീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ആ സംവരണ വിഭാഗത്തിന് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഈ സംവരണത്തെ അട്ടിമറിക്കുന്ന ഒരു ഘടകം ഇതിൽ വരുന്നത്. അതായത് രണ്ടിടത്തും നഷ്ടം ഉണ്ടാകുന്നു. ഒരിടത്ത് സംവരണത്തിൽ നഷ്ടം ഉണ്ടാകുന്നു, ഒരിടത്ത് കമ്മ്യൂണിറ്റിക്ക് നഷ്ടം ഉണ്ടാകുന്നു. ഈ രണ്ട് പ്രോബ്ലം അവിടെ ഉണ്ട്. ഈ സംവരണത്തിലെ നഷ്ടം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സയൻസ് ഗ്രൂപ്പിലേക്ക് മാറാനുള്ളൊരു സാധ്യത തേർഡ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ സംവരണത്തിലൂടെ വേറൊരു കുട്ടിക്ക് അവിടെ ഓപ്ഷൻ കിട്ടും. അങ്ങനെയല്ലേ? അതെ, അങ്ങനെയല്ലേ അതിൻ്റെ സംഗതി? അത് ഈ ഒരു രീതി വരുന്നതോടെ ആ കുട്ടി സ്ഥിരമായിട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുന്നതോടെ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി പെർമനൻ്റ് ആയിട്ട് എവിടെ അഡ്മിഷൻ എടുത്താലും ആ കുട്ടി സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ ഈ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ അടുത്തൊരു അലോട്ട്മെൻറ്റിൽ ഒരു പക്ഷേ ഹയർ ഓപ്ഷൻ കിട്ടുമായിരുന്നൊരു കുട്ടിയായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അതിലൂടെ കിട്ടിയും സംവരണത്തിന് വേറെ കുട്ടിയെ പരിഗണിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സംവരണ വിഭാഗത്തിന് അവിടെ കിട്ടുമായിരുന്ന ഒരു അവസരം സ്വാഭാവികമായി നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ രണ്ട് രീതിയിലും സംവരണവും മെറിറ്റ് ലിസ്റ്റിനെയും ഒരർത്ഥത്തിൽ അട്ടിമറിക്കുന്ന രീതിയിലാണ് നിലവിലുള്ള ഈ ഒരു വ്യവസ്ഥ കൊണ്ട്, അഥവാ ഈ നേരത്തെ ഇത് കൊണ്ടുവരികയും അതിൻ്റെ പുറമെ തന്നെ ഇവർ അഡ്മിഷൻ എടുക്കണമെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ നിന്നും നോൺ ജോയിനിങ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് വരണം എന്നൊരു നിബന്ധന കൊണ്ടുവരികയും ചെയ്തതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഇതിന് പുറമെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി കോട്ടയിലും തന്നെ ഒരു പ്രശ്നം വരില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ ഓപ്ഷൻ കൊടുത്ത് മെറിറ്റ് നോക്കി ഒരു ഹയർ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരാൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന അതുകൊണ്ട് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് കിട്ടേണ്ട ഒരു അഡ്മിഷൻ അവിടെ നഷ്ടപ്പെടല്ലേ ചെയ്യും കമ്മ്യൂണിറ്റി കോട്ടയിൽ? അതെ, അതുകൊണ്ടാണ് നമ്മൾ ഈ സംവരണം എന്നൊരു ആശയത്തെ തന്നെ മറികടക്കുന്ന, അതിനെ റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു നിബന്ധന എന്നൊരു പ്രശ്നം പറയുന്നത്.
ഒന്നുകിൽ നേരത്തെ സർക്കാർ ചെയ്തിരുന്ന പോലെ അവസാന അലോട്ട്മെൻറ്റിൻ്റെ കൂടെ തന്നെ അതിനുശേഷം കൊണ്ടുവരിക എന്ന രീതിയിലേക്ക് വരണമായിരുന്നു. അതുപോലെ ഈ ഒരു നിബന്ധന കൂടെ ഇതിൽ നിന്നും സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ നിന്നും എക്സിറ്റ് ആവണം എന്നൊരു നിബന്ധന കൂടെ അതിൽ നിന്നും റദ്ദ് ചെയ്യുകയും ചെയ്യണമായിരുന്നു. ഇനി അതില്ലെങ്കിലും സർക്കാരിന് ഇത് മാനേജ് ചെയ്ത് പോകാൻ ഇപ്പം എന്തിനാ ഇങ്ങനെ ഒരു നിബന്ധന സർക്കാർ കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? കാരണം ഇത് രണ്ടിടത്തും ഇപ്പോൾ നേരത്തെ ഇപ്പോൾ താൽക്കാലിക അഡ്മിഷൻ അവിടെ എടുത്തു, താൽക്കാലിക അഡ്മിഷൻ ഇവിടെ എടുത്തു, ഏതാണോ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു കഴിഞ്ഞാൽ അതിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു അവസരം കൊടുത്താൽ പോരെ. അതിന് എന്തിനാ ഇതൊരു മാറ്റം വരുത്തുന്നത്? അതിൻ്റെ ഒരു ലോജിക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു സാധ്യത കുറേ കുട്ടികൾ പുറത്ത് നിൽക്കുന്നുണ്ട് ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും എന്ന തരം മാധ്യമ ചർച്ചകൾ വ്യാപകമായി നടക്കുന്നുണ്ടല്ലോ. അതിൽ നിന്നും കുറച്ച് ഒരാശ്വാസം കിട്ടും എന്നൊരു പ്രതീക്ഷയായിരിക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അൾട്ടിമേറ്റ്ലി ഇത് കൊണ്ട് വലിയ എഫക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഈ സംവരണ സീറ്റിന് വേണ്ടി നീക്കി വെക്കപ്പെട്ട സീറ്റുകൾ അഥവാ 60 സീറ്റിൽ കമ്മ്യൂണിറ്റി കോട്ട നൽകുന്ന സ്കൂളുകളിലാണെങ്കിൽ 12 സീറ്റുകളായിരിക്കും. 20% സീറ്റുകളാണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവുക. ഈ 20% സീറ്റിലേക്ക് മെയിൻ അലോട്ട്മെൻറ്റിൽ നിന്നും സിംഗിൾ വിൻഡോ അലോട്ട്മെൻറ്റിൽ നിന്നും പ്രവേശനം നടത്താൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സീറ്റുകളിൽ ഉള്ള കുട്ടികൾ, ഇപ്പോൾ ഈ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലുള്ള കുട്ടികൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇപ്പം തന്നെ അവരുടെ സീറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സിംഗിൾ വിൻഡോ സീറ്റിൽ കുറച്ചധികം വേക്കൻസി സ്വാഭാവികമായിട്ടും വരും. അത് അടുത്ത അലോട്ട്മെൻറ്റിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഫില്ല് ചെയ്താൽ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന വിവാദങ്ങൾ ഒഴിവാക്കാം എന്നതായിരിക്കും അതിൽ കാണുന്നൊരു സൗകര്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സൗകര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ പറയുന്ന എന്താ പറയുക സംവരണത്തിൻ്റെ ആനുകൂല്യം ഈ വിധത്തിൽ നഷ്ടപ്പെട്ടു പോകും. ഇത് മുൻകാലങ്ങളിൽ നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങളിൽ വരെ സംവരണ അട്ടിമറിയെക്കുറിച്ചുള്ള വലിയ ചർച്ച നടന്നപ്പോഴൊക്കെ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. അതായത് മെറിറ്റ് ലിസ്റ്റിൽ വരുന്ന ആളുകളെ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അതിനുശേഷം സംവരണത്തിൽ അർഹരായ ആളുകളെ സംവരണ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള രീതി അവിടെയൊക്കെ നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അറിയാത്തതല്ല. ഇങ്ങനൊരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അവരുടെ അവസരം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നറിയാത്തതല്ല. അറിയാതിരിക്കാൻ വഴിയില്ല. സ്വാഭാവികമായിട്ടും ഇതൊരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ, പ്രത്യേകിച്ചും സർക്കാർ സിസ്റ്റത്തിലുള്ള എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാകും. കാലങ്ങളായി സർക്കാർ സംവരണ രീതികൾ പിന്തുടർന്നു വരുന്നതുകൊണ്ട് അതിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയേണ്ടത് തന്നെയാണ്. ഒരുപക്ഷെ അതിലെ ചില ശ്രദ്ധക്കുറവുകളോ മറ്റോ ആയിരിക്കാം. അതല്ലെങ്കിൽ ഈ സീറ്റ് ദൗർലഭ്യം, സീറ്റ് കിട്ടാതെ വരുന്നു എന്നൊക്കെയുള്ള ചർച്ചകളിൽ നിന്നും സർക്കാർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. ഏതു തന്നെ ആയാലും ഈ സംവരണം എന്നൊരു ആശയത്തെ അടിസ്ഥാനപരമായി റദ്ദ് ചെയ്യുന്നൊരു നിലപാടാണ് എന്ന നിലയ്ക്ക് സർക്കാർ ഇതിനെ ഗൗരവത്തിൽ കാണുകയും അതിന് ഇനി എന്ത് പരിഹാരമാണ് പ്രായോഗികമാകുക എന്നറിയില്ല. കാരണം കുട്ടികൾ ഇന്നലെ മുതൽ അഡ്മിഷൻ എടുത്തു തുടങ്ങി. ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇങ്ങനെ അഡ്മിഷൻ എടുത്ത കുട്ടികളെല്ലാം ഇപ്പോൾ ആൾറെഡി ഇന്ന് 5 മണി വരെയാണുള്ളത്. ഈ സമയത്തിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന, അവരെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്ന കുട്ടികളെല്ലാം അവരുടെ എക്സിറ്റ് ഓപ്ഷൻ വാങ്ങിക്കൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. ഇനിയൊരു പ്രശ്നത്തെ എങ്ങനെയാണ് ഈ വർഷം മറികടക്കാൻ കഴിയുക എന്നതുപോലും ആശയക്കുഴപ്പമുണ്ട്. ഇനിയിപ്പോൾ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ ആശയക്കുഴപ്പം കൂടുതൽ സൃഷ്ടിക്കപ്പെടുകയായിരിക്കും ചെയ്യുക ചിലപ്പോൾ. അതെ, ഇനി വരും വർഷങ്ങളിൽ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും അതേസമയം സംവരണ വിഭാഗങ്ങൾക്ക് ഇത്തരം ഈ ഒരു രീതിയിൽ എത്രത്തോളം സീറ്റ് നഷ്ടമായിട്ടുണ്ടാകും എന്നത് കണക്കുകൂട്ടി അതിനെന്തെങ്കിലും പരിഹാരം ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് നൽകാൻ സാധിക്കുമോ എന്നതിലേക്ക് പോവുകയും ചെയ്യായിരിക്കും ഇതിന് പറ്റാവുന്നൊരു പരിഹാരം എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം, ഇപ്പം നമ്മൾ ആദ്യം ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ളതും ഈ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൻ്റെ മൊത്തം പ്രവേശനത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ളൊരു ഡിമാൻഡ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നുവെന്നും അത് പക്ഷേ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞിരുന്നല്ലോ. അതും ഇപ്പോഴത്തെ സിറ്റുവേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് അങ്ങനെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിലവിൽ അതും ഇതുപോലെയാണ് നടപ്പിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. ഈ സംവരണത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ കുറേ കൂടെ സോഫ്റ്റ്വെയറിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരികയും ഈ സീറ്റുകൾ സെപ്പറേറ്റ് തന്നെ മാറ്റി നിർത്തുകയും ഇങ്ങനെ മെറിറ്റ് ലിസ്റ്റിൽ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾക്കെല്ലാം അതിലൂടെ തന്നെ അഡ്മിഷൻ കൊടുക്കുകയും ഇപ്പുറത്ത് പാരലായിട്ട് ലിസ്റ്റ് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. കുറച്ചുകൂടെ ടെക്നിക്കലി അത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നിലവിൽ നമ്മൾ PSCക്ക് റാങ്ക് ലിസ്റ്റ് എല്ലാം കാണുന്നത് ഒരൊറ്റ ലിസ്റ്റ് തന്നെയാണ്. അതിൽ നിന്നും സംവരണത്തിൽ അർഹരായ കുട്ടികൾക്ക്, കാൻഡിഡേറ്റ്സിന് സംവരണ സീറ്റിൽ പ്രവേശനം നൽകുകയും ജോലി നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ മെറിറ്റ് ലിസ്റ്റിലുള്ളവർക്ക് നേരിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. സമാനമായ രീതിയിലുള്ള ചില ക്രമീകരണങ്ങൾ ഇതിലേക്കും കൊണ്ടുവന്നുകൊണ്ട് വേണ്ടിവരും അത് ചെയ്യാൻ. അതല്ലാതെ
ഇതേ രീതിയിൽ ഒന്നിച്ചാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഇപ്പോൾ നിലവിൽ കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്ന് പരമാവധി പേര് ഫില്ല് ചെയ്ത് പോവുകയും ജൂൺ 18 ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് കൂടുതൽ സീറ്റുകൾ ഫില്ലാവുകയും ചെയ്യും എന്നൊരു സൗകര്യം ഉണ്ടാവുമെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്നും ആ വിഭാഗത്തിന് ലഭിക്കേണ്ട ഒരു അഡ്വാൻറ്റേജ് ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്നിച്ച് ചേർത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ആദ്യപടിയാണോ ഇപ്പോൾ ഇങ്ങനെ തിടുക്കപ്പെട്ടുകൊണ്ട്, നേരത്തെ ഒന്നും ഇങ്ങനെ ഒരു നിർദ്ദേശം സ്കൂളുകൾക്കും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു തീരുമാനം വരികയും അത് സ്കൂളുകളെ അറിയിക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ അടുത്ത വർഷം അത് പൂർണ്ണമായി കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഒരു ആദ്യപടിയാണോ എന്നറിയില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ഇതേ രീതിയിലാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സംവരണം എന്നൊരു ആശയത്തെ റദ്ദ് ചെയ്യുന്ന നടപടിയായിരിക്കും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചത്, ഇപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഈ സീറ്റുകളുടെ ഇപ്പോൾ അപേക്ഷകരുടെ എണ്ണവും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണവും സംബന്ധിച്ച് അന്തരം ഉണ്ടായിരുന്നു. അതിൻ്റെ കണക്ക് എങ്ങനെയാണ്? എത്ര പേര് അഡ്മിഷൻ എടുത്തതിന് ശേഷം പുറത്തു പോയിട്ടുണ്ട്? അതൊന്നാമത്തെ കാര്യം. ഇപ്പോൾ ഈ തീരുമാനം എടുത്തതിലൂടെ, ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഈ മാറ്റത്തിലൂടെ ഈ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ അപേക്ഷിച്ച ആളുകളിൽ വലിയൊരളവ് പുറത്തേക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ അപേക്ഷിച്ച ആളുകളിൽ നിന്നും കുട്ടികൾക്ക് സീറ്റ് ഇല്ലാതാകുന്നു എന്ന പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. കാരണം അത് അപേക്ഷ നേരത്തെ കഴിഞ്ഞു. ഇനി അപേക്ഷകരുടെ എണ്ണം കുറയുക എന്നൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. സീറ്റും ആൾറെഡി നിർണിതമാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം, ടോട്ടൽ ഫിഗേഴ്സ് നോക്കിക്കൊണ്ട് ആ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതേസമയം ഈ അപേക്ഷകരിൽ നല്ലൊരു ശതമാനം നമ്മൾ അന്ന് തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ പത്രങ്ങൾ പലരും പുറത്തുവിടുന്ന കണക്കുകൾ ടോട്ടൽ ഒരു ജില്ലയിലെ അപേക്ഷകരും അവിടെ ഉള്ള സീറ്റും തമ്മിലുള്ള അന്തരമാണ്. പക്ഷെ നമ്മൾ അന്ന് തന്നെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, 2 ജില്ലകളിൽ മറ്റ് ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ച കുട്ടികളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഡബിൾ കൗണ്ടായിട്ട് വരാനുള്ളതാണ്. അതിനെ നമ്മൾ അതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് സ്വാഭാവികമായിട്ടും കുറയും. അതിനു പുറമെ ഇപ്പോൾ പോളിടെക്നിക് പോലെയുള്ള 10ാം ക്ലാസ്സുകാർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ITI പോലെയുള്ള സംവിധാനങ്ങൾ, VHSC പോലെയുള്ളതിലേക്കെല്ലാം അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതിലേക്കെല്ലാം ജോയിൻ ചെയ്യുന്ന കുട്ടികളും സ്വാഭാവികമായും സിംഗിൾ വിൻഡോയിൽ ആദ്യം അപേക്ഷിച്ചിട്ടുണ്ടാവും. ആ കുട്ടികളൊന്നും അഡ്മിഷൻ എടുക്കാൻ പോകുന്നില്ല. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രൻസ് കോച്ചിങ് പോലെയുള്ള മേഖലകളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ നൽകുന്ന സ്കൂൾ കേരളയിലെ കുട്ടികളെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരുടെ ട്യൂഷനോ ക്ലാസ്സുകളോ കോച്ചിങ്ങോ ഒക്കെ നൽകിക്കൊണ്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ആൾറെഡി അവരുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവും. ആ കുട്ടികളും ഈ പറഞ്ഞ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ സിസ്റ്റത്തിൽ നിന്നും ആൾറെഡി എക്സിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയോ അങ്ങനെ ചെയ്തവരോ ആയിരിക്കും. ഈ കുട്ടികളുടെ അപേക്ഷകളുടെ എണ്ണം ടെക്നിക്കലി നമുക്ക് ടോട്ടൽ അപേക്ഷകരിൽ നിന്നും കുറയാൻ പോകുന്നില്ല എന്നതുകൊണ്ട് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ റിയൽ സിനാരിയോയിൽ ഈ കുട്ടികളൊന്നും ഇത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് അവർ ആൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ടെമ്പററി അഡ്മിഷനെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടികളുടെ എല്ലാം സീറ്റ് ഇനി പരിഗണിക്കേണ്ടതില്ല അപേക്ഷ ഇനി പരിഗണിക്കേണ്ടതില്ല എന്ന് വരികയും തേർഡ് അലോട്ട്മെൻറ്റിൽ കുറച്ചുകൂടെ അഡ്മിഷൻ ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് ഉള്ളൊരു വേരിയേഷൻ കുറക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സീറ്റ് കിട്ടാതെ പുറത്തു പോയി എന്ന ആക്ഷേപം ഉയർത്തുന്ന അത്തരം പരാതികളുമായി വരുന്ന കുട്ടികളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ അതിൽ ആൾറെഡി ഈ കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള കുട്ടികളെ ഒരിക്കലും ജനറൽ അപേക്ഷകരിൽ നിന്നും കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ തന്നെ നല്ല മാർക്കുള്ള കുട്ടികൾ നേരത്തെ തന്നെ അതിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഇവിടെ എൻഗേജ് ചെയ്യപ്പെടുമായിരുന്ന മെറിറ്റ് സീറ്റിലെ വേക്കൻസികൾ, ഈ മെറിറ്റ് വേക്കൻസികളെ കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞ മറ്റാളുകൾക്ക് വേണ്ടി കൂടെ കൊടുക്കാൻ കഴിയുമെന്നതുകൊണ്ട് കുറേ സീറ്റുകൾ കൂടെ അങ്ങനെ ഫില്ല് ചെയ്യാൻ കഴിയും. ഇതാണ് അതിൽ കിട്ടാവുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പം നമ്മൾ ഈ +1 സീറ്റുകളുടെ എണ്ണം നമ്മൾ കണക്കാക്കുമ്പോൾ ഈ റീജിയണൽ ഇംബാലൻസസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു. ശരിക്കും ആ റീജിയണൽ ഇംബാലൻസ് ഉണ്ട് താൻ. ഈ പുതിയ സിനാരിയോ, അതായത് ഈ കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ തീരുമാനം, ഇത് ഈ കൂടുതൽ ഹിറ്റ് ചെയ്യുക ഈ റീജിയണൽ ഇംബാലൻസ് ഉള്ള സ്ഥലങ്ങളായിരിക്കില്ലേ? അവിടെയുള്ള കുട്ടികൾക്കായിരിക്കില്ലേ ഈ സംവരണ നഷ്ടം കൂടുതലായിട്ടുണ്ടാകാൻ പോകുന്നത്? ഈ സംവരണ വിഭാഗങ്ങൾ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയെല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ നമ്മളിപ്പോൾ ഈ സീറ്റിൻ്റെ അന്തരം കുറയുന്ന നേരത്തെ പറഞ്ഞല്ലോ. ഈ ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികളും കിട്ടാതെ വരുന്ന കുട്ടികളും തമ്മിലുള്ള അന്തരം കുറയുന്നു പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതിൽ ഒരു കുട്ടിക്കാണ് സീറ്റ് കിട്ടാതെ വരുന്നതെങ്കിൽ പോലും ആ കുട്ടി തുടർ പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മളതിൻ്റെ
എണ്ണത്തിൻ്റെ ഏറ്റക്കുറച്ചിലപ്പുറം ഓരോ കുട്ടിയെയും ഓരോ ഗ്രാവിറ്റി ഇൻഡിവിജ്വലിനെയും നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല. അത് ഇപ്പോൾ ഒരാളെ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടുപേരെ ഉള്ളൂ എന്ന് വെച്ചുകൊണ്ട് അതൊരു അപ്പോൾ ഗ്രാവിറ്റി ഇല്ലാത്ത പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ മാധ്യമങ്ങൾ ഉയർത്തുന്ന എണ്ണത്തിൻ്റെ അത്രയും എണ്ണമില്ലെങ്കിൽ പോലും അതിലെ പ്രശ്നം നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ റീജിയണൽ ഇംബാലൻസും. റീജിയണൽ ഇംബാലൻസിൽ നമ്മൾ അന്ന് ഉയർത്തിയിരുന്ന ആ ഒരു പ്രശ്നം, അഥവാ ഒരു മധ്യ കേരളത്തിലൊരു കുട്ടിക്ക് ഒരു 7 A+ ഉള്ള കുട്ടി കൊടുത്ത ഒരു ഓപ്ഷൻ, ആ കുട്ടിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഓപ്ഷൻ 7 A+ ഉള്ള ഒരു കുട്ടിക്ക് കിട്ടുമെങ്കിൽ അത് മലബാറിലെ കുട്ടിക്കും അപേക്ഷിച്ചാൽ കിട്ടണം. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അവിടെ റീജിയണൽ ഇംബാലൻസ് ഉണ്ട് എന്ന് പറയാം. കാരണം അതേ കുട്ടി പഠിച്ച അതേ എക്സാം എഴുതി ഒരേ മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടിക്ക് കിട്ടുകയും അതേ ഓപ്ഷൻ മറ്റൊരു കുട്ടിക്ക് വേറൊരു സ്ഥലത്താണ് ജനിച്ചതെന്നതിൻ്റെ പേര് കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീജിയണൽ ഇംബാലൻസ് ഉണ്ട്. അത് ഇത്തവണയും നിലനിൽക്കും. അതിനു പുറമെ ഈ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ചില കുട്ടികൾക്ക് ആ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു അഡ്വാൻറ്റേജ് കൂടെ ഇല്ലാതിരിക്കും. അതും റീജിയണലി ചില ഭാഗങ്ങളിൽ ഇത്തരം റിസർവേഷൻ അർഹരായ കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും റീജിയണലി കൂടെ അത് ബാധിക്കും. അതിലപ്പുറം അത് കുറച്ചുകൂടെ നമ്മൾ അതിൻ്റെ ഒരു റീജിയൻ വൈസ് അല്ലല്ലോ നമ്മുടെ ഈ റിസർവേഷൻ വരുന്നത്, ഒരു കമ്മ്യൂണിറ്റി വൈസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതേതെങ്കിലും ഏരിയയിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റീജിയനെ ബാധിക്കും എന്ന് പറയേണ്ടി വരും. റൈറ്റ്. എന്തായാലും +1 പ്രവേശനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സീറ്റ് ക്ഷാമം ചില മേഖല, ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, കാസർഗോഡ്, അങ്ങനെ പല ജില്ലകൾ, വയനാട്, അങ്ങനെയുള്ള പല ജില്ലകളിലും സീറ്റ് ക്ഷാമം ഒരു വലിയ പ്രശ്നമായി ഉന്നയിക്കപ്പെട്ടിരുന്നു. സീറ്റ് ക്ഷാമം മാത്രമല്ല, വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും അർഹിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് പ്രവേശനം ലഭിക്കാൻ സാധ്യത കുറവുള്ള പ്രദേശങ്ങളായി ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ഇക്കുറി അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടാണെന്ന് തോന്നുന്നു. ചില മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ സാമൂഹ്യ നീതിയെ ലംഘിക്കുന്ന വിധത്തിലായി മാറുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഈ രീതിയിലാണ് പ്രവേശനമെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിലാണ് പ്രവേശന നടപടികൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ സംവരണ വിഭാഗങ്ങൾക്കുള്ള നഷ്ടം അത് ചെറുതായിരിക്കില്ല. അത് ഭാവിയിൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലായിരിക്കും മാറുക എന്നത് ചൂണ്ടിക്കാണിക്കാതെ വയ്യ. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.